ദാ ഈ കാണുന്ന 10 മെന്റോസിന് 24 മണിക്കൂറും ഈ ഒരു വിനാഗിരിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു മെന്റോസിന് സംഭവിക്കാൻ നോക്കാട്ടോ. അതിനാദ്യം തന്നെ അമ്മ അച്ചാറുണ്ടാക്കാൻ പറ്റിയ ഈ ഒരു വിനാഗിരി അത് നേരെ നമ്മൾ അടിച്ചു മാറ്റിയെടുത്തതിന് ശേഷം ദാ ഈ ഒരു കടയിലും പോയി നമുക്ക് ആവശ്യമുള്ള 10 മെന്റോസും വാങ്ങിയതിന് ശേഷം നേരെ നമ്മുടെ പരീക്ഷണം തുടങ്ങട്ടെ. ഇനി ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വിനാഗിരി ഒഴിച്ച് വെക്കുന്ന ഒരു ഗ്ലാസ് ആണ് ആവശ്യം. അതിന് വേണ്ടി ദാ ഈ ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം നേരെ നമ്മുടെ ആ ഒരു വിനാഗിരിന്റെ മൂടി തുറന്നതിന് ശേഷം ദാ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ആ ഒരു വിനാഗിരി മുഴുവനായിട്ട് ഒഴിച്ചു വെച്ചതിന് ശേഷം ഒരു ഭാഗത്ത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മുടെ അടുത്ത പണി പറഞ്ഞ ഈ ഒരു മെന്റോസിന്റെ പാക്കറ്റ് ഒക്കെ കളഞ്ഞതിന് ശേഷം അതിൽ നിന്ന് ഒരു 10 മെന്റോസ് ഇതേപോലെ കയ്യിലെടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റിച്ച ആ ഒരു വിനാഗിരിക്ക് ആ ഒരു 10 മെന്റോസ് ആ ഒരു വിനാഗിരിക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ടപ്പോൾ തന്നെ എന്തൊക്കെയോ രാസപ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചാലും മേലേക്ക് പൊങ്ങി വരലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും നമുക്കൊരു 24 മണിക്കൂറായിട്ട് നോക്കാൻ എന്ത് സംഭവിക്കുകയാണ്. പിന്നെ ഈ ഒരു മെന്റോസ് നിങ്ങൾ കഴിച്ചിട്ട് പറഞ്ഞ ജസ്റ്റ് ഒന്ന് കമന്റിലൂടെ പറയണേ. അങ്ങനെ 24 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് വെക്കിയ സമയത്ത് നമ്മൾ ആ വിനാഗിരി ഇട്ടുന്ന മെന്റോസ് ഫുള്ള് ഈ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ആ വിനാഗിരിയൊക്കെ ഒഴിച്ചളഞ്ഞതിന് ശേഷം ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ ബാക്കി അതിലുണ്ടായിരുന്ന ആ ഒരു മെന്റോസ് ഫുള്ള് ഇതേപോലെ ഫുള്ള് ജെല്ലി ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും എന്റെ ഒരു കുഞ്ഞു പരീക്ഷണം ഇഷ്ടപ്പെട്ടു വീഡിയോ ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ.